ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നല്ല മുത്തശ്ശി കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ കഥ കേൾക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ത്രില്ലടിച്ച് പേടിച്ചൊന്നും ഇരിക്കൊന്നും വേണ്ട. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഒരു ചായ എല്ലാം കുടിച്ച് ഒരു സ്നാക്സ് എല്ലാം കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് ഈ ഒരു കഥ നിങ്ങൾക്ക് കേൾക്കാം. ഭയങ്കര കുരുത്തം കെട്ട രണ്ട് പിള്ളേര്, ഇവന്മാര് വലിയൊരു പരിപാടി ഒപ്പിച്ച് 6 മാസം ജയിലിൽ കിടക്കാണ്. ഇതിനുശേഷം ഇവരുടെ അച്ഛനും അമ്മയും കൂടെ ഇവരെ രണ്ടുപേരെയും ഒരു ഐലൻഡിലേക്ക്, ഒരു ദ്വീപിലേക്ക് കൊണ്ടുവരികയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു ദ്വീപായിരുന്നു അത്. ആ ദ്വീപിലായിട്ട് ഒറ്റപ്പെട്ട വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് ഈ പിള്ളേരുമായിട്ട് ഈ അച്ഛനും അമ്മയും എത്തുന്നത്. അവിടെ എത്തുന്നത് വരെ എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അവസാനമാണ് ഓരോ കാര്യങ്ങളായിട്ട് ഇവർക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നല്ല റിലാക്സ് ആയിട്ട് തന്നെ ഈ ഒരു കഥ കേട്ടോ. ശരിക്കും ഒരു കഥയുടെ മായാ ലോകാണിത്. നേരെ ആ ലോകത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ആ ഒരു ചില്ല് തകർന്നുകൊണ്ട് ഒരു കല്ല് ഉള്ളിലേക്ക് വന്ന് വീഴാണ്. അതിലൂടെ ഒരു കൈ വന്ന് ഇതിന്റെ വാതിൽ തുറന്ന് രണ്ട് പിള്ളേർ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇവരാണ് നമ്മുടെ കഥയുടെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള സിപ്പും സാപ്പും, ചേട്ടനനിയന്മാരാണ്. ഇവർ ശരിക്കും ഈ ഒരു ഷോപ്പിലേക്ക് വന്ന എന്തിനാണ്? കക്കാൻ തന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ ഇവർ വാരിക്കൊണ്ടിരിക്കുമ്പോൾ അനിയൻ ചക്കൻ സാപ്പ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പടക്കങ്ങൾ എടുക്കുകയാണ്. അതിലൊരെണ്ണം പൂത്തിരിയായിരുന്നു. അത് കത്തിച്ച് അവനിങ്ങനെ കളിക്കുമ്പോൾ ചേട്ടൻ പറയണം, നീ വന്ന പരിപാടി ചെയ്യ്, അത് അവിടെ വെക്കുന്ന പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു പൂത്തിരി താഴെ വെക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അതിൽ ആ ഒരു തീ പിടിക്കാണ്. വേഗം തന്നെ ഇവരതിനെ ഊതിക്കെടുത്താൻ നോക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം തീ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസ് ട്രീയിൽ ചെന്ന് വീഴുന്നുണ്ട്. അത് അവിടെ നിന്ന് കത്തുകയാണ്. അധികം വൈകിയില്ല, കട മുഴുവൻ നിന്ന് കത്താൻ തുടങ്ങുകയാണ്. പോലീസുകാർ വന്നു, രണ്ടുപേരെയും കയ്യോടെ പൊക്കുകയാണ്. ഒരു കട മുഴുവനായിട്ടും കത്തിച്ചതിന് പേരിൽ ഇവർ രണ്ടുപേരെയും 6 മാസം ജയിലിലിട്ടിട്ടുണ്ട്. അങ്ങനെ ആ 6 മാസം കഴിഞ്ഞു. ഇവര് പുറത്തേക്ക് ഇറങ്ങുകയാണ്. രണ്ടുപേരും ഇപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഒരു കപ്പലിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിപ്പ് സാപ്പ് ഇവന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെല്ലാം വികൃതി കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിച്ചു കൂട്ടും. എന്തൊക്കെ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇവരുടെ അച്ഛനാണ് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്ന അമ്മയാണെങ്കിലും മക്കളെ നല്ല രീതിയിൽ കൊഞ്ചിക്കും. ഒന്ന് ചീത്ത പറയുക പോലുമില്ല. ശരിക്കും ഇവരിപ്പോ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഇവന്റെ അച്ഛനുണ്ടല്ലോ, അതായത് പിള്ളേരുടെ അച്ഛൻ നല്ലൊരു റൈറ്ററാണ്. അപ്പൊ അദ്ദേഹം എഴുതിയ ഏതോ ഒരു നോവല് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു വലിയ പബ്ലിഷർ ഫണ്ട് ഇറക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട്. സോ ആ സ്ഥലത്തേക്കാണ് ഇവര് പോകുന്നത്. നോക്കുമ്പോൾ അതൊരു ഐലൻഡ് ആയിരുന്നു. എന്തൊരു ഭംഗിയാ നോക്കിയേ. അങ്ങനെ അത്രയും അടിപൊളിയായിട്ടുള്ള ആ ഒരു ദ്വീപിലേക്ക് ഇവര് വന്ന് കയറുകയാണ്. ആ കപ്പലിൽ ഇവരുടെ കാറുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇവർ ആ ഒരു കാറുമായിട്ട് ഇവർക്ക് കിട്ടിയ ആ ഒരു അഡ്രസ്സിലേക്ക് പോകുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വിജനമായ ഒരു ദ്വീപ് തന്നെ, വളരെ മനോഹരമാണെങ്കിലും അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അനിയൻ ചെറുക്കനുണ്ടല്ലോ സാപ്പ്, അവന്റെ കയ്യിൽ എപ്പോഴും ഒരു കവണുണ്ടാവും. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ വിട്ട് കളിക്കും. എന്തായാലും ഈ കാർ പതിയെ പതിയെ മുന്നോട്ടേക്ക് തന്നെ പോവാം. രാത്രിയായിട്ടുണ്ട്. ഇവർ ആ ഒരു അഡ്രസ്സിലേക്ക് അങ്ങനെ എത്തുന്നില്ല. അവസാനം വലിയൊരു ബംഗ്ലാവ് ഇവർ കാണുന്നുണ്ട്. അതിന്റെ മുന്നിലേക്ക് പോയിട്ട് വണ്ടി നിർത്തുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇവർ തേടി വന്ന ആ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു വീട് അത് ഇതല്ല. എന്നാലും അവിടെ കയറി ഒന്ന് അഡ്രസ്സ് ചോദിക്കാലോ, വഴി ചോദിക്കാലോ എന്ന് കരുതി പിള്ളേരുടെ അച്ഛൻ നേരെ അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്തിന് കാറിനുള്ളിൽ ഇരുന്ന സിപ്പ് സാപ്പ് രണ്ടുപേരും കുറച്ച് അകലെയായിട്ട് ഒരു വിചിത്രമായിട്ടുള്ള രൂപം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുകളിലായിട്ട് ഒരു റൂമിന്റെ അരികിൽ, ജനാലയുടെ അരികിലായിട്ട് ഒരു പെൺകുട്ടിയെ കാണുകയാണ്. എന്നാൽ വ്യക്തമായിട്ട് കാണുന്നില്ല, ഒരു നിഴൽ രൂപം പോലെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ അച്ഛൻ വന്നിട്ട് പറയണത്, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി, പക്ഷേ ഈ രാത്രിയിൽ ഇനി നമുക്ക് പോകാൻ പറ്റില്ല, തൽക്കാലം നമുക്ക് ഈ ഒരു ബംഗ്ലാവിൽ നിൽക്കാന്ന് പറയണം. ഇറങ്ങുമ്പോൾ തന്നെ പിള്ളേരുടെ അച്ഛൻ നമ്മുടെ സാപ്പിനോട് പറയുന്നത്, നിന്റെ ആ ഒരു കവണ അത് വണ്ടിയിൽ വെച്ചിട്ട് വരണമെന്നാണ്. എന്തായാലും ഇവരെല്ലാവരും കൂടെ വീടിനുള്ളിലേക്ക് വരികയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു വലിയ ബംഗ്ലാവ്. അവിടെ വലിയൊരു പെയിന്റിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഷെർലക് ഹോംസ്, അദ്ദേഹത്തെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണെന്ന് സിപ്പും സാപ്പും ചോദിക്കുമ്പോൾ ഇവരുടെ അച്ഛൻ വന്നിട്ട് പറയണം, അതാ പറയുന്നത്, വല്ലപ്പോഴൊക്കെ പുസ്തകം വായിക്കണം, ഇത് ഷെർലക് ഹോംസ് ആണ്, മറ്റേത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ഈ വീടിന്റെ ഓണർ ആയിട്ടുള്ള പമീല അങ്ങോട്ടേക്ക് വരികയാണ്. പമീല വന്ന പാട് തന്നെ സിപ്പിന്റെയും സാപ്പിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? പിന്നെ വിശക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വിശക്കുന്നവരൊന്ന് കൈബന്ധിച്ചേ എന്ന് വളരെ ചൈൽഡിഷ് ആയിട്ട് അവൾ സംസാരിക്കുമ്പോൾ പിള്ളേര് വേഗം തന്നെ കൈബന്ധിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സിപ്പിന്റെയും സാപ്പിന്റെയും അച്ഛനും അമ്മയും വിചാരിക്കുകയാണ്, അല്ല ഇതെന്താ ഈ പെണ്ണിന് വട്ടേറ്റാണോ? ഇപ്പൊ ഇവരെ നോക്കിയിട്ട് നിങ്ങൾക്ക് വിശക്കുന്നില്ലേ, വിശക്കുന്നുണ്ട് കൈബന്ധിക്കെന്ന് പറയണം. വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കൈബന്ധിക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് വലിയൊരു ഡൈനിങ് ടേബിളിലേക്ക് ഇവർ പോയിരിക്കുകയാണ്. അവിടെ ഇവരെ പോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. മാത്രമല്ല ഈ പമയിലയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തായിട്ട് രണ്ടുപേർ ഇരിക്കുന്നുണ്ട്. ഇടതു ഭാഗത്തായിട്ട് ഒരു സെർവന്റ് ആണ്, കണ്ടാൽ ഒരു ഞണ്ണിനെ പോലെ, ഒരു കന്യാസ്ത്രീയെ പോലെ തോന്നും. മറ്റേത് ഒരു തോട്ടക്കാരനാണ്, കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വേട്ടക്കാരനെ പോലെ തോന്നും. അതുപോലെ ഈ പമീലയുടെ എല്ലാ കാര്യങ്ങൾ നോക്കാനായിട്ട് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളുണ്ട്. അയാളാണ് ശരിക്കും ഈ ഒരു വീട്ടിലേക്ക് ഇവർ സ്വീകരിച്ച് ഇരുത്തിയത് തന്നെ. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരുടെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്, ഈ കാണുന്ന പിള്ളേരൊക്കെ ഇവര് അനാഥകളാണോ? ഇത് കേട്ട സമയത്ത് പമീലയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. ഇവര് അനാഥകളൊന്നുമല്ല, ഇവർക്കെല്ലാവർക്കും ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ പിള്ളേര്, അതായത് സിപ്പും സാപ്പും പമീലയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വന്നപ്പോൾ ആ ജനലിനരികിൽ ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നു, അവള് വന്നില്ലേ ചോദിക്കുമ്പോൾ, അത് മറ്റേ പി ആണ്, അവൾ അങ്ങനെ വരുമൊന്നുമില്ല എന്നേ, അവൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും, അവൾ അങ്ങനെയാ. എന്തായാലും
അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും അവരുടേതായ റൂമിലേക്ക് പ്രായമായിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ മൂപ്പരാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ അമ്മയുടെയും അച്ഛന്റെയും കൂടെ കിടക്കാൻ പോയ സിപ്പിന്റെ അടുത്തും ജാപ്പിന്റെ അടുത്തും പറയണം, ഏയ് കുട്ടികള് അമ്മയുടെ അച്ഛന്റെ കൂടെയല്ല, നിങ്ങൾക്ക് വേറെ റൂമാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് കൊണ്ടുപോയി നിൽക്കുകയാണ്. എന്തായാലും അച്ഛനും അമ്മയോടും ബായി പറഞ്ഞു ഒരു മുത്തെല്ലാം കൊടുത്തിട്ടാണ് ഇവര് നേരെ അവരുടെ റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവരുടെ ആ ഒരു ജനലുണ്ടല്ലോ അതിലൂടെ ഒരു പെൺകുട്ടി ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഇവരോട് വേഗം പറയാണ് എഴുന്നേൽക്ക് ഒരു കാര്യം കാണിച്ചു തരാന്ന്. അങ്ങനെ ഇവരുടെ ആ ഒരു ഡോറും തുറന്നുകൊണ്ട് നേരെ ആ റൂമിന്റെ പുറത്തേക്ക് ചെല്ലുകയാണ്. അവിടെ തന്നെ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിലേക്കാണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ഭൂതമുണ്ട്, ആ ഭൂതത്തിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറയാം. എന്തായാലും പിള്ളേര് ഇപ്പൊ ആ ഒരു റൂമിലേക്ക് വന്നു. അവര് വന്നു നോക്കുമ്പോൾ ഒരു കോമ്പസ് ഉണ്ടല്ലോ, ദിശ കാണിക്കുന്ന കോമ്പസ്, അതൊരു ചില്ലിനുള്ളിൽ ഭദ്രമായിട്ട് പൂട്ടി വെച്ചത് പിള്ളേര് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നോക്കുമ്പോൾ ആ വന്ന പെണ്ണിനെയും കാണാനില്ല. ഇതിനുശേഷം ഇവര് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ശബ്ദം, ഇതിന്റെ ഉള്ളിലേക്ക് ആരോ ഒരാൾ വരുന്നത് പോലെ. പിള്ളേര് വേഗം തന്നെ പോയി ഒളിച്ചിരിക്കുകയാണ്. അവരുടെ അടുത്ത് തന്നെ ആ ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് ഒരു ഭൂതം വരുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അതിനെ കാണാനൊന്നും കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ വാതിലിന്റെ ലോക്ക് ആരും ഒരാൾ തുറക്കുന്നുണ്ട്. എന്നാൽ തുറക്കുന്നത് ആരാണെന്ന് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. അതും ഇതുപോലെ തന്നെ ഡോറ് തുറന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ ഒന്നാണ്, അതിന് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ഈ സമയത്താണ് നമ്മുടെ അനിയൻ ചെറുക്കൻ സാപ്പ് തുമ്മുന്നത്. ആ ഒച്ച കേട്ടപാട് ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു മനുഷ്യൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുക. വേഗം തന്നെ ഇവർ അവരുടേതായ ആ റൂമിലേക്ക് തിരിച്ചു ചെല്ലുന്നുണ്ട്. ഇപ്പൊ ജനലിലൂടെ ചാടി പുറത്തേക്ക് ഓടാൻ നിൽക്കുകയാണ് ആ ഒരു പെൺകുട്ടി. അവള് പറയാണ് ഈ അനിയൻ ചെറുക്കനെ കൊണ്ട എല്ലാം കൊളായത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ ആരാണ്, നിന്റെ പേരെന്താന്ന് ഇവർ രണ്ടുപേരും ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ചാടി പോകുന്നതിന് മുന്നേ ആയിട്ട് പറയുന്നുണ്ട്, എന്റെ പേര് പി എന്നാണ്. എന്തായാലും പി പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ ഒരു ബംഗ്ലാവ് കാണിക്കുന്നുണ്ട്. വലിയൊരു മലയുടെ മുകളിലായിട്ട് ഒരു ചെരുവിലായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ബംഗ്ലാവ്. ഈ ഒരു ദ്വീപിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല, ചുറ്റും കാടാണ്. രാവിലെ ആയപ്പോൾ പിള്ളേർ എഴുന്നേൽക്കാണ്. ഇവര് നേരെ അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ അപ്പൂപ്പൻ വന്നിട്ട് പറയണ പമീല നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന്. പമീലയുടെ അടുത്തേക്ക് പിള്ളേർ ചെല്ലുന്നുണ്ട്. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇവിടെയാണ് നിൽക്കേണ്ടത്. ഇത് ആദ്യം പറഞ്ഞപ്പോൾ സിപ്പും സാപ്പും ചിരിക്കാണ്. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളുടെ അച്ഛനും അമ്മയും എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പമീല പറയാണ്, അവർ നിങ്ങളെ ശരിക്കും പറ്റിച്ചതാണ്. ബുക്ക് പബ്ലിഷേഴ്സിനെ തേടിയൊന്നല്ല ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങളുടെ കുരുത്തക്കേട് കാരണം നിങ്ങളൊരു പാഠം പഠിപ്പിക്കാനാണ്. പിള്ളേരിപ്പോ ചിരിച്ചുകൊണ്ട് പറയണേ, ഏയ് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നിട്ട് വേഗം അച്ഛന്റെയും അമ്മയുടെ ആ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. പുറത്തേക്ക് ഓടി വന്നു. എന്തിനാ അവർ വന്ന ആ ഒരു കാറുണ്ടോ നോക്കാനായിട്ട്. എന്നാൽ അവിടെ കാറും ഇല്ല. പിള്ളേർക്ക് മനസ്സിലായി അച്ഛനും അമ്മയും ഇവർ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നാക്കിയത് തന്നെ. ഇനി എന്തായാലും ഒരു രക്ഷയില്ല, ഇവിടെ നിൽക്കുക തന്നെ. ഇപ്പൊ സിപ്പിനും സാപ്പിനും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ധരിക്കുന്ന അതേ വസ്ത്രം തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കുട്ടികളുടെ അരികിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇവരുടെ ഇടയിലേക്ക് പുതുതായിട്ട് വന്നതല്ലേ സിപ്പും സാപ്പും, അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് തന്നെ രണ്ടുപേരും സ്വീകരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇവരുടെ ഒരു സെർവന്റ് ഉണ്ടായിരുന്നു. രണ്ടുപേരും പുതുതായിട്ട് വന്നതുകൊണ്ട് അവർക്കായിട്ടൊരു പാട്ട് പാടുന്നുണ്ട്. എന്നാൽ സിപ്പിന് ഇത് ഇഷ്ടാവുന്നൊന്നുമില്ല. ഇതെന്തോന്ന് പാട്ടാന്ന് അവൻ ചോദിച്ച അതേ സമയം ദേഷ്യം വന്ന ഒരു സെർവന്റ് ആ ഗിറ്റാർ നിലത്ത് വെച്ച് ഒരേറ്റ അടിയാണ്, അടിച്ച് പൊളിക്കാണ് ഒരു പ്രാന്തിയെ പോലെ. ഇത് കണ്ട എല്ലാ പിള്ളേരും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അധികം വൈകിയാൽ അവരുടെ ക്യാരക്ടർ ഒറ്റയടിക്ക് മാറുകയാണ്. ചിരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് പോയി തുറക്കുന്നുണ്ട്. അതിനുള്ളിൽ ഇതുപോലെ ഒരുപാട് ഗിറ്റാർ ആയിരുന്നു. നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇനി നമുക്ക് പാട്ട് കേൾക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് നിൽക്കുകയാണ്. ഇവിടെ സീൻ കെട്ടായി പമീലയെ കാണിക്കുകയാണ്. എന്തോ ഒരു ലൈറ്റ് പോലെയുള്ള എന്തോ ഒരു സാധനം അതിൽ പിടിച്ച് അവളൊന്ന് താത്തുകയാണ്. അത് സ്വിച്ച് ആയിരുന്നു. സ്വിച്ച് അമർത്തിയപ്പോൾ അവിടെ ഒരു വാതിൽ തുറന്നു വരുന്നുണ്ട്. എന്നിട്ട് അതിനുള്ളിലേക്ക് ഇപ്പൊ പമീല കയറുകയാണ്. അതൊരു ലിഫ്റ്റ് ആണ്. അത് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്ത് ഒരു ചാവിയിട്ട് ഇത് ഓൺ ആക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു ലിഫ്റ്റ് താഴേക്ക് താന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറെ താഴെ എത്തിയപ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആവുകയാണ്. എന്നിട്ട് മറ്റൊരു ഭാഗത്തേക്ക് നടന്നു പോകുന്നുണ്ട്. പമീലയുടെ കൂടെ പ്രായമായിട്ടുള്ള ആളുണ്ട്. എന്തായാലും അവിടെ തന്നെ രഹസ്യമായിട്ടുള്ള ഒരു റൂമിലേക്ക് ഇവര് ചെല്ലുകയാണ്. ആ റൂമിന്റെ ഉള്ളിലായിരുന്നു ശരിക്കും സിപ്പിന്റെയും സാപ്പിന്റെയും അമ്മയെ പൂട്ടി വെച്ചിരിക്കുന്നത്, അമ്മയും അച്ഛനെയും. പമീലെ കണ്ടപാട് തന്നെ പിള്ളേർ എവിടെയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ പറയാണ് പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല, അവരിപ്പോ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വിടണം, ഞങ്ങൾക്ക് പോകേണ്ടതാണ്, ഞങ്ങൾക്ക് ആ ഒരു പബ്ലിഷറെ കാണുന്ന പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു പമീല പറയാണ്, ഏത് പബ്ലിഷറെ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് ഞാനാണ്, അല്ലാതെ ഒരു പബ്ലിഷറും ഇല്ല. വരുന്ന സമയത്ത് നിങ്ങളുടെ 2 ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ ചെറിയ പ്രായത്തിലെ, അത് കൊണ്ടുവന്നിട്ടുണ്ടോ, അവരാന്ന് പറയണം. എന്നാൽ വാന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് ചെല്ലുകയാണ്. ഭയങ്കര സജ്ജീകരണങ്ങളുള്ള ഒരു മുറി കേട്ടോ. അതിന്റെ ഉള്ളിൽ തന്നെ വലിയൊരു ചേംബർ ഉണ്ട്. ഈ ചേംബറിന്റെ ഉള്ളിലേക്ക് ഇവരെ രണ്ടുപേരെയും കയറ്റി നിർത്തുകയാണ്. എന്നിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഗ്ലാസിന്റെ പ്ലേറ്റിലേക്ക് ഇവരുടെ ചെറിയ പ്രായത്തിലെ ഫോട്ടോ കൊണ്ടുവരണം എന്ന് പറഞ്ഞില്ലേ, ആ ഫോട്ടോ അവിടെ വെച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഈ പമിയില ആ മിഷനിൽ എന്തോ ഒരു റീഡിംഗ് ഉണ്ട്, അതിൽ 11 എന്ന് സെറ്റ് ചെയ്യാണ്. പിന്നീട് ആ വയസ്സായിട്ടുള്ള ആളുണ്ടല്ലോ മൂപ്പരെ കൊണ്ട് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിന്റെ ഉള്ളിൽ ട്രാപ്പ് ആയി പോയ നമ്മുടെ സിപ്പിന്റെയും സാപ്പിന്റെയും അച്ഛനും അമ്മയും നിലവിളിക്കുന്നുണ്ട്. അധികം വൈകാതെ അവർ ഫ്രീസ് ആയി പോവാണ്. പിന്നെ അവിടെ ഭയങ്കര ഒരു ലൈറ്റ് വരികയാണ്. ആ ലൈറ്റ് വന്നപ്പോൾ ഫ്രീസൊക്കെ ഈ ഒരു മെഷീന്റെ ഉള്ളിൽ നിന്ന് പോയി. പതിയെ ആ ഒരു മെഷീൻ ഓപ്പൺ ആയി വരുന്നുണ്ട്. നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയ സിപ്പിന്റെയും സാപ്പിന്റെയും അച്ഛനും അമ്മയും അവരിപ്പോ 11 വയസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് അവരുടെ വയസ്സിനെ നേരെ റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു മെഷീൻ വെച്ച്. മാത്രമല്ല ഇവരുടെ കുട്ടികളായിരിക്കുന്ന ആ ഒരു ഫോട്ടോ അവിടെ വെച്ചായിരുന്നല്ലോ, അതിപ്പോ പ്രായമായിട്ടുള്ള സിപ്പിന്റെയും സാപ്പിന്റെയും അച്ഛന്റെ അമ്മയുടെ ഫോട്ടോത്തിലേക്ക് മാറുകയാണ്. അതുപോലെ ഇവരുടെ രണ്ടുപേരുടെയും പ്രായം റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഈ 11 വയസ്സിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല. പിറകിലേക്ക് നടന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ ഈ പിള്ളേർക്ക് ഓർമ്മയുള്ളൂ. അതായത് അവർ
അവരിപ്പോഴും വെറും പിള്ളേരാണ്. ഇവർ രണ്ടുപേരെയും പുതുതായിട്ടുണ്ടാക്കിയ രണ്ട് പിള്ളേരെയും നേരെ ബാക്കിയുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ചെന്നിട്ടിട്ട് പറയാണ്, ദാ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയ രണ്ടാൾ കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഓർമ്മയില്ല, അതുകൊണ്ട് ഇവർക്കുള്ള പേര് ഞാൻ തന്നെ ഇടാം, നമ്മുടെ എമയും ബ്രയാനും. എമയെ കണ്ട സമയത്ത് തന്നെ സിപ്പിന് അവളോട് ക്രഷ് പോകുന്നുണ്ട്. മാത്രമല്ല അവളുമായിട്ട് ചങ്ങാത്തം കൂടാൻ നോക്കുകയാണ്. അതുപോലെ സാപ്പ് പിന്നെ ബ്രയാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുന്നില്ല കേട്ടോ. നാലുപേരും കിടക്കുന്നത് ഒരേ മുറിയിൽ തന്നെയാണ്. രാത്രിയായി ഉറങ്ങാൻ നേരത്ത് വീണ്ടും ഉണ്ട് ആ പെണ്ണ് വരുന്നു പി. ഇത് എവിടുന്ന് ഈ ഭൂതം വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇത്തവണ വന്നിട്ട് പറയാണ്, നിങ്ങൾ വേഗം വാ, ആ ഭൂതത്തിനെ ഇന്ന് ഞാൻ കാണിച്ചു തരാന്ന്. പിള്ളേർക്ക് ആകെ ആകാംക്ഷയായിട്ട് പിയുടെ പിന്നാലെ തന്നെ 4 പേരും പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലൈബ്രറിയിലേക്ക് വന്നു. എല്ലാവരും ലൈബ്രറിയിലൂടെ ആ ഭൂതത്തിനെ നോക്കി നടക്കാണ്. ഇതേ സമയത്തിന് ഇളയ ചക്കൻ മുന്നിലേക്ക് നടന്നിട്ട് അവനൊരു പേടിയില്ലാത്ത ഭാവത്തിൽ അങ്ങനെ നിന്നിട്ട് പറയാണ്, ഈ പ്രേതോ ഭൂതോ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വിശ്വസിക്കും. ദാ ഇരിക്കുന്ന ആ ഒരു മണ്ടൻ ബ്രയാൻ ഉണ്ടല്ലോ, അവനെ പോലുള്ളവൻ. ഇത് കേട്ടപ്പോൾ ബ്രയാന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അതായത് അനിയഞ്ചെറുക്കനായിട്ടുള്ള സാപ്പും ബ്രയാനും തമ്മിൽ ഒട്ടും യോജിക്കില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ബ്രയാൻ അവന് കേട്ട ഒരു പുസ്തകം വെച്ച് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. എന്നാൽ അവിടുന്ന് മാറിക്കൊടുത്ത സാപ്പിന്റെ ദേഹത്ത് ആ ഒരു പുസ്തകം തട്ടിയില്ല. പകരം വേറെ ആരുടെയോ ദേഹത്ത് ആ ഒരു പുസ്തകം തട്ടിയിട്ടുണ്ട്. എന്നാൽ ആ തട്ടിയ ആളെ ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ആ ഒരു പുസ്തകം പിടിച്ച ആളുണ്ടല്ലോ, ഇൻവിസിബിൾ മാൻ ആണ്. അയാൾ ആ പുസ്തകം എടുത്ത് ഇവർക്ക് നേരെ ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. ഏറ് ഇപ്പൊ സാപ്പിന്റെ തലയിൽ തന്നെ കൊണ്ടു. ഇവര് 4 പേരും ആകെ പേടിച്ചു പോയിട്ടുണ്ട്. 4 ഭാഗത്തേക്ക് ഓടടാ ഓട്ടം. എന്നാ പി പറയാണ്, നിങ്ങൾ പോയിക്കോ, ഞാൻ എങ്ങനെയായാലും ആ ഭൂതത്തിനെ കണ്ടിട്ട് അല്ലെങ്കിൽ അവനെ പിടിച്ചിട്ടേ വരുള്ളൂ എന്ന് പറയണം. അതേ സമയത്തിന് പി ആ ഹാളിൽ നോക്കുമ്പോൾ ഈ ലൈബ്രറിയിൽ ഒരു ഗ്ലാസിന്റെ കൂട്ടില് ഒരു കോമ്പസ് വെച്ചായിരുന്നല്ലോ. ആ കോമ്പസ് ഇപ്പൊ നിലവിൽ അവിടെ കാണാനില്ല. അതെവിടെ പോയി? അവളിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് അവൾക്ക് വേറൊരു കാര്യം മനസ്സിലായി. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു മോൺസ്റ്റർ കയറിയിട്ടുണ്ടെന്ന്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഒരു കാര്യം അവൾ കാണുകയാണ്, ഒരു ഗൊറില്ലയുടെ കാൽപ്പാട്. എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ പിക്ക് അറിയുന്നില്ല. ഇതേ സമയത്തിന് പിള്ളേര് രക്ഷപ്പെടാനായിട്ട് പുറത്തേക്ക് ഓടിയല്ലോ. ഒരുമാതിരി ഒരു തോട്ടം പോലെയുള്ള സ്ഥലത്തേക്കാണ് പിള്ളേർ എത്തിയിട്ടുള്ളത്. ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നുകൊണ്ട് എല്ലാവരും റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചെടികളൊക്കെ വല്ലാതെ ഇളകുന്നത് പോലെയുള്ള ഒരു ശബ്ദം ഇവർ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു ഗൊറില്ല ഉണ്ടല്ലോ, അതാണ് ഇവരുടെ അരികിലേക്ക് പാഞ്ഞു വരുന്നത്. ഇതിനെ കണ്ടതും സിപ്പും സാപ്പും ബ്രയാനും അവിടുന്ന് ഓടുകയാണ്. എന്നാൽ ലെമയുണ്ടല്ലോ ആ ഒരു ഗൊറില്ലയുടെ മുന്നിൽ പെട്ടുപോകുന്നുണ്ട്. എന്നാൽ അവളുടെ മുന്നിലേക്ക് വന്ന ഗൊറില്ല അവളൊന്നും ചെയ്യുന്നില്ല. പകരം അതിന്റെ കയ്യിൽ ഒരു പേപ്പറിന്റെ കഷ്ണം ഉണ്ടായിരുന്നു, അതങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഇവര് രണ്ടുപേരും, അതായത് ഗൊറില്ലയും നമ്മുടെ എമയും നിൽക്കുന്ന കാര്യം ആ ഒരു തോട്ടക്കാരൻ ഇയാൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവർക്ക് നേരെ ഫയർ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ ഒരു ഗൊറില്ല എമയെ താഴ്ത്തി പിടിക്കുകയാണ്. സോ എമയ്ക്കൊരു കാര്യം മനസ്സിലായി, ഈ ഒരു ഗൊറില്ല വന്നിരിക്കുന്നത് ഇവരെ ആക്രമിക്കാനല്ല. അതുപോലെ ആ ഒരു ഗൊറില്ലയോട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാൻ ഒളിച്ചോളാൻ പറയാണ്. കാരണം അവർ നോക്കുന്നത് ഈ ഒരു ഗൊറില്ലയാണെന്ന് ഇപ്പോ എമയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ആ ഒരു ഗൊറില്ലയെ കാണാതാവുന്നുണ്ട്. ഇത് എവിടെ പോയി? എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് എമ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവൾ പോയ സമയത്ത് അവളുടെ ബേക്കിൽ വീണ്ടും അപ്രത്യക്ഷനായ ഈ ഒരു ഗൊറില്ല വന്നിട്ട് വീണ്ടും പ്രത്യക്ഷനാകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബാക്കിയുള്ള 3 പേര് സിപ്പും സാപ്പും ബ്രയാനും പേടിച്ചു ഓടിയല്ലോ. ഇവര് 3 പേരും ഇപ്പൊ ആ ഒരു തോട്ടക്കാരന്റെ വീട്ടിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതായത് ആ ഒരു ഗൊറില്ലയെ പേടിച്ചിട്ട്. ഇതേ സമയത്ത് ആ ഒരു ഗൊറില്ലയെ നോക്കുകയാണെങ്കിൽ എമയുടെ അരികിൽ ഇപ്പോഴും ഉണ്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു പേപ്പർ ഇപ്പൊ പെട്ടെന്ന് തന്നെ എമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ പമീല അങ്ങോട്ടേക്ക് വരികയാണ്. പമീലെ കണ്ട പാട് തന്നെ ഗൊറില്ല ഇവിടെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തിയ പമീല നിലത്തിരിക്കുന്ന എമയെ കാണുന്നത്. എന്താ പറ്റിയത്? എന്താ പറ്റിയത്? പേടിയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പമീല ഇപ്പൊ എമയെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് എമ പറയാണ്, മേഡം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത് ഉപദ്രവിച്ചതൊന്നുമില്ല, അത് ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നേന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ പമീല പറയുന്നുണ്ട്, അതിനെ വിശ്വസിക്കാൻ പറ്റില്ല, നമ്മുടെ ഈ ഒരു കൊട്ടാരത്തിൽ വന്ന് അതെന്തൊക്കെയോ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇതേ സമയത്ത് ആ ഒരു തോട്ടക്കാരുണ്ടല്ലോ കയ്യിലൊരു പേപ്പറും പിടിച്ചുകൊണ്ട് പമീലയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ദാ പോകുന്ന സമയത്ത് ഇത് അതിന്റെ കയ്യിൽ നിന്ന് വീണ് പോയതെന്ന് പറയാണ്. എന്തായാലും അതിപ്പോ തുറന്നു നോക്കുമ്പോൾ പമീല ഞെട്ടിപ്പോവാണ്. അതായത് ഇവർക്ക് ഈ ഒരു ദ്വീപിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു പ്ലാൻ തന്നെയായിരുന്നു ആ മാപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് രക്ഷപ്പെടാനുള്ള പ്ലാൻ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വായ പൂട്ടിടാന്ന് പമീല പറയാണ്. എമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് മുറിയിലേക്ക് പോകാം, ബാക്കിയുള്ളവരെ നമുക്ക് തേടി കണ്ടുപിടിക്കാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ബാക്കിയുള്ള 3 പേര് സിപ്പും സാപ്പും ബ്രയാനും ഈ തോട്ടക്കാരന്റെ വീട്ടിന്റെ മുന്നിൽ എത്തിയല്ലോ. ആ സമയത്ത് ഇയാളുടെ വീട്ടിന്റെ ഉള്ളിലായിട്ട് സാപ്പ് അവന്റെ ആ ഒരു കവണ കാണുകയാണ്. ഇതെങ്ങനെ ഇവിടെ എത്തി? ആ സംശയത്തിൽ ഇവൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. അപ്പോഴല്ലേ അത്ഭുതപ്പെടുത്തിയ പല കാര്യങ്ങളും ഇവര് കാണുന്നത്. ഒരുപാട് ആയുധങ്ങൾ, ഒരുപാട് ഗണ്ണ്, അതുപോലെ തന്നെ ഒരുപാട് പെട്ടികൾ. അതിലൊരെണ്ണം കണ്ടപ്പോൾ തന്നെ സിപ്പിനും സാപ്പിനും മനസ്സിലായി ഇവരുടെ അച്ഛന്റെയും അമ്മയുടെയും പെട്ടിയാണിത്. തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് പോയപ്പോൾ ഒരുപാട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ആയിരുന്നു. അതിലൊരെണ്ണം ഇവരുടെ അച്ഛൻ്റെ അമ്മയും വന്ന അല്ലെങ്കിൽ ഇവർ വന്ന ആ ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് ആയിരുന്നു. അതായത് ഇവിടെ വെച്ച് അച്ഛനും അമ്മയ്ക്കും എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് സിപ്പിനും സാപ്പിനും കൺഫേം ആയിട്ട് മനസ്സിലായി. എന്തായാലും ഇവര് 3 പേരും കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകണം. എമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അത്ര പന്തിയല്ലേ, എന്തൊക്കെയോ നിഗൂഢമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് അവളെ എവിടെന്നൊക്കെയോ ചാടി വരിക ചെയ്യുക. അവൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ പിള്ളേര് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാണ്. ഈ സ്ഥലത്ത് എന്തോ ഒരു നിഗൂഢതയുണ്ട്, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല. ഇപ്പൊ പി പറയണ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വേണ്ട, ആ തോട്ടക്കാരെ അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് നാളെ രാവിലെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാന്ന് പറയണം. അങ്ങനെ രാവിലെയായി ഇവർ 5 പേരും കൂടെ ഈ ഒരു ദ്വീപിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. ഓടുന്ന വഴിയിൽ ഈ പി അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിൽ ചവിട്ടി പോകുന്നുണ്ട്. ചവിട്ടി ഉടനെ തന്നെ വലിയൊരു സൈറൻ അടിക്കുകയാണ്. ഒച്ച കേട്ടപ്പോ തന്നെ ആ ഒരു തോട്ടക്കാരൻ ഇവർ ഓടുന്നത് കണ്ട് ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്.
പിള്ളേർ ഒന്നും നോക്കിയില്ല, ഇവർ കാട്ടിലേക്ക് തന്നെ ഓടുകയാണ്. ഓടുന്നതിന്റെ ഇടയിൽ പാവം പി അവൾക്ക് രണ്ടാമതും അബദ്ധം പറ്റുകയാണ്. അതായത് ഇവർ ഓൾറെഡി സെറ്റാക്കി വെച്ച ഒരു കുഴിയിലേക്ക് അവൾ വീഴുന്നുണ്ട്. എന്തൊക്കെ നോക്കിയിട്ടും കുഴിയിൽ നിന്നും അവൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ബാക്കിയുള്ള 4 പേരും മുകളിലാണല്ലോ. അവർ നോക്കിയിട്ട് പി പറയാണ് നിങ്ങൾ എന്നെ നോക്കണ്ട, ഓടി രക്ഷപ്പെട്ടു എന്ന് പറയണം. അങ്ങനെ ഈ പിള്ളേർ 4 പേരും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പി ആണെങ്കിൽ നിലവിൽ ആ ഒരു കുഴിയിൽ തന്നെ. ഇപ്പൊ ഇവരുടെ പിന്നാലെ വന്ന ആ ഒരു തോട്ടക്കാരനാണെങ്കിൽ പിയെ കാണുകയാണ്. അതായത് തോട്ടക്കാരന്റെ കയ്യിൽ പി പെട്ടുപോയി എന്ന് പറയാം. ഇപ്പൊ പിള്ളേർ നോക്കുകയാണെങ്കിൽ ഇവര് തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്ര ഓടിയിട്ടും ഇവർക്ക് വഴി അങ്ങോട്ട് കാണാൻ കഴിയുന്നില്ല. എങ്ങോട്ടേക്ക് പോകണം ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ നടന്ന് രാത്രി ആയിട്ടുണ്ട്. ഇനി ഈ രാത്രിയിൽ നടക്കണ്ടെന്നിട്ട് ഇവര് 3 പേരും 4 പേരും കൂടെ ഒരു സ്ഥലത്ത് ഇച്ചിരി തീയെല്ലാം കൂട്ടിയിട്ട് അന്ന് അവിടെ നിൽക്കുകയാണ്. എന്തായാലും രാത്രി ആയപ്പോൾ ഇവരെല്ലാവരും ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട്, അതായത് മെയിനായിട്ട് നമ്മുടെ സാപ്പും പറയാനും എപ്പോഴും തല്ലാണല്ലോ, 2 പേരും നല്ല ചങ്ങാതിമാരാവുന്നുണ്ട്. അതുപോലെ തന്നെ സിപ്പ് അവന്റെ ഒരു കോഴിത്തരവുമായിട്ട് എമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതിനിടയിൽ ബ്രയാന് മൂത്രമൊഴിക്കാൻ വിട്ടെന്ന് പറഞ്ഞിട്ട് സാപ്പിനെയും കൂട്ടിക്കൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് ഒരു ചെറിയ മറ്റേ ഒരു പെട്രോമാക്സ് വിളക്കുമായിട്ട് പോവാണ്. അവനങ്ങനെ പോയി ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ഒഴിക്കുന്ന സമയത്ത് എന്തോ ഒരു രൂപം അതിനെ കാണാൻ കഴിയുന്നില്ല. അതിന്റെ ദേഹത്താണ് ഈ മൂത്രാവുന്നത്. ഡാ എന്റെ മുഖത്തെ കൊയ്ക്കില്ലടാന്ന് പറയുമ്പോൾ ഇത് കണ്ട ബ്രയാൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടുകയാണ്. ഇപ്പൊ എമ്മയും എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അങ്ങനെയൊക്കെ കണ്ടെന്ന് പറയണേ. പേടിക്കൊന്നും വേണ്ട, അത് തോന്നിയതായിരിക്കും കരുതിയിട്ട് 4 പേര് ഒരുമിച്ചിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി. അങ്ങനെ ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ അവര് വീണ്ടും അവരുടെ ഒരു നടത്തം തുടങ്ങുകയാണ്. എന്നാൽ ഇങ്ങനെ പോകെ വലിയൊരു ട്രാപ്പിൽ ഇവർ ചെന്ന് പെടുന്നുണ്ട്. എന്തോ ഒന്നിൽ ചവിട്ടിയപ്പോൾ മുകളിൽ നിന്ന് ഒരു കൂട് വന്നിട്ട് അതിനുള്ളിൽ ഇവർ പെട്ടുപോവാണ്. ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്. എത്ര നിലവിളിച്ചിട്ടും ആരും ഇവരെ രക്ഷിക്കാൻ വരുന്നില്ല. ഇതേ സമയത്താണ് ഇവർ നോക്കുമ്പോൾ ആ ഒരു ഗൊറില്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. ഗൊറില്ലയെ കണ്ട വാർഡ് തന്നെ സിപ്പും സാപ്പും പറയാനും ആകെ പേടിച്ച് നിലവിളിക്കുകയാണ്. എന്നേമ്മ പറയാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ടാന്ന്. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ഗൊറില്ല ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബാഗ് മേടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കത്തിയെടുത്ത് ഒരു കയറ് മുറിച്ച് ഈ കൂട്ടിൽ നിന്നും ഇപ്പൊ ഇവരെ നിലവിൽ രക്ഷപ്പെടുത്തുകയാണ്. പേടിക്കൊന്നും വേണ്ട, വാ അവന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗൊറില്ലയുടെ അടുത്തേക്ക് ഇവരെല്ലാവരും ചെല്ലുകയാണ്. ഗൊറില്ലയാണെങ്കിൽ ഇവരെ വിളിക്കുകയാണ്, നിങ്ങൾ എന്റെ പിറകാലെ വാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഗൊറില്ലയുടെ പിറകാലെ ഇവരങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഓരോ സ്ഥലങ്ങള്, പാലങ്ങള്, വെള്ളച്ചാട്ടം, കാട്, തീരങ്ങള്, മല, ഇതെല്ലാം കഴിഞ്ഞ് മറ്റൊരു തീരത്തിലേക്ക് ഇവരെത്തുകയാണ്. അവിടെ നോക്കുമ്പോൾ ഒരു ചങ്ങാടം തന്നെ ഈ ഒരു ഗൊറില്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് രക്ഷപ്പെടാനാ തോന്നുന്നു. അതുപോലെ കടലിന്റെ പല ഭാഗത്തായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഈ സാപ്പ് കാണുന്നുണ്ട്. അതങ്ങനെ വെള്ളത്തിൽ കുത്തി വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് അറിയാവുന്ന ഗൊറില്ലയോട് ചോദിക്കുമ്പോൾ ഗൊറില്ലയ്ക്കും അറിയില്ല, ഇവർക്ക് 4 പേർക്കും അറിയില്ല. എന്തായാലും ഇതിനടുത്ത് തന്നെയാണ് ഗൊറില്ലയുടെ ആ ഒരു ഗുഹ. അങ്ങോട്ടേക്ക് ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഗൊറില്ല പോവാണ്. എത്തിയ വാർഡ് തന്നെ അവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു കോമ്പസ് സിപ്പ് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ അടിച്ചു മാറ്റി പോക്കറ്റിലാക്കാണ്. അതായത് എമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് വരുന്നുണ്ട്. ഇതേ സമയത്ത് എമ്മയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭൂതക്കണ്ണാടി എടുക്കുകയാണ്. അതിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ന്യൂസുകൾ അവിടെ ഒട്ടിച്ചു വെച്ചത് കാണുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും എമ്മ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 6 മാസം മുന്നേ സിപ്പും സാപ്പും ഒരു കട കത്തിച്ചതിന്റെ പേരിൽ ഇവർ 6 മാസം ജയിലിൽ കിടന്നില്ലേ, ശിക്ഷ കിട്ടിയില്ലേ, ആ വാർത്ത വന്ന പേപ്പറിന്റെ കഷ്ണം അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഇതെങ്ങനെ ഇവിടെ വന്നേ പിള്ളേർക്ക് യാതൊരു പിടുത്തവുമില്ല. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഗൊറില്ല ഒരു കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും ഒരു പ്രാന്തനെ കാണാതായിട്ടുണ്ടായിരുന്നു. ആ പ്രാന്തനെയാണ് പമീല ഇപ്പൊ നിലവിൽ അവിടെ ഒരു സെർവന്റ് ആക്കി. അതായത് ആ ഞണ്ടിന്റെ രൂപത്തിൽ ഒരുത്തിയെ കാണുന്നില്ല, അതൊരു പ്രാന്തനാണ്. അതുപോലെ ഒരുപാട് ജീവികളെ വേട്ടയാടിയതിന്റെ പേരിൽ ഒരു വേട്ടക്കാരൻ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അയാളെ ജയിലിൽ നിന്നും കാണാതായി. ആ വേട്ടക്കാരനാണ് ഇപ്പൊ തോട്ടക്കാരനായിട്ട് ഇവിടെ ഉള്ളത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കുറെ അധികം നോവൽസിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലെ ഷെർലക് ഹോംസിനെ തൊട്ട് കാണിക്കുകയാണ് ഈ ഒരു ഗൊറില്ല. അവന്റെ തലയിൽ ഒരു തൊപ്പിയും വെച്ച് ഒരു പൈപ്പും വലിച്ച് അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ ഒരു ഗൊറില്ല യഥാർത്ഥത്തിൽ ഷെർലക് ഹോംസ് ആയിരുന്നു. ഷെർലക് ഹോംസിനെ ഒരു കുരങ്ങാക്കി മാറ്റിയതാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സിപ്പിനും സാപ്പിനും ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ പമീല ഒരു വട്ടത്തിയാണ്. അവൾക്ക് നോവലുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അതിലെ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ്. സോ അതിലെ ക്യാരക്ടേഴ്സിനെ അവൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അവളുടെ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ പീറ്റർ പാൻ എന്നൊരു കഥാപാത്രമായിട്ടാണ് അവൾ സ്വയം വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ആരാണ്, നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ഇതിങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ കുറച്ച് അകലെ നിന്നുകൊണ്ട് ഇപ്പോ ഈ പമേല പറയാണ്, ഞാൻ പീറ്റർ പാൻ ആണെങ്കിൽ എന്റെ കാണാതായ മക്കളല്ലേ നിങ്ങൾ എല്ലാവരും. ഇത് കണ്ട സമയത്ത് തന്നെ, അതായത് പമീല ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഗൊറില്ല ഇവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട്. എന്നാൽ ആ വേട്ടക്കാരനാണെങ്കിൽ എന്തോ ഒരു മയക്കു സൂചി ഈ ഗൊറില്ലയ്ക്ക് നേരെ ഊതി വിടുകയാണ്. അപ്പൊ തന്നെ അവന്റെ ആ ഒരു ബോധം പോയി. ഇപ്പൊ പിള്ളേര് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ ആയിരുന്നു. ഈ സമയത്ത് പമീല പറയാണ്, എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം എന്റെ കൂടെ അവനുണ്ടല്ലോ, ഇൻവിസിബിൾ മാൻ. നിങ്ങളൊക്കെ അയാളെ പ്രേതെന്ന് വിളിക്കും. എല്ലാത്തിനെയും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ആ ഒരു ഇൻവിസിബിൾ മാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത്തവണ അവന്റെ മുഖത്ത് ശരീരത്തേക്ക് ഡ്രസ്സ്, വസ്ത്രങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ ആ ഒരു രൂപത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനുശേഷം എന്തായാലും പിള്ളേരെല്ലാവരെയും കൈയോടെ പൊക്കിയെടുത്ത് നേരെ അതേ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോവാണ്. ഒരു മുറിയിൽ സിപ്പിനെയും സാപ്പിനെയും അടച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് പമീല വരുന്നുണ്ട്. പമീലെ കണ്ടപാട് തന്നെ രണ്ടുപേരും ചോദിക്കുകയാണ്, ഞങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ, അവരെന്താ ചെയ്തത്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പമീല പറയാണ്, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ, അതായത് എമയും ബ്രയാനും തിരിച്ചു വരും, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും തിരിച്ചു വരും എന്ന് പറയാണ്. പിള്ളേർക്ക് ഇപ്പോൾ ആരെ പറയണമെന്ന് തിരിയുന്നില്ല, ഒരു കൺഫ്യൂഷൻ വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഇവരെയും കൂട്ടിക്കൊണ്ട് ആ ലാബിലേക്ക് പമീല ചെല്ലുകയാണ്. ആ ലാബിലെ തന്നെ ആ ഒരു ചേമ്പർ
ചേംബർ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഇപ്പോ ഇവരുടെ രണ്ടുപേരുടെയും അച്ഛനും അമ്മയും കാണുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ എമയും ബ്രയാനെയും ആ ഒരു മെഷീൻ്റെ ഉള്ളിലിട്ട് അവരുടെ ആ ഒരു ശരിക്കുള്ള പ്രായത്തിലേക്ക് തന്നെ പമീല ആ ഒരു മെഷീൻ വെച്ച് ആക്കിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യമൊന്നും സിപ്പിനും സാപ്പിനും അറിയില്ലല്ലോ. അപ്പൊ അവരിങ്ങനെ പറയണ എന്തിനാ അച്ഛനും അമ്മയും അതിന്റെ ഉള്ളിൽ പൂട്ടി വെച്ചിരിക്കുന്നത്, അവര് തുറന്ന് വിടുന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും ആ ഒരു മെഷീൻ ഓണാക്കി ഇവർ രണ്ടുപേരും ആകെ ഫ്രീസ് ആകുന്നുണ്ട്. അധികം വൈകാതെ ആ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റിന് ശേഷം ഇവർ നോക്കുമ്പോൾ ചേംബറിന്റെ ഉള്ളിൽ ഇപ്പൊ എമയും ബ്രയാനായിരുന്നു. ഇത് കണ്ട് സിപ്പും സാപ്പും ആകെ പേടിച്ചു പോണ്, അല്ലെങ്കിൽ അവരാകെ ഞെട്ടുന്നുണ്ട്. പക്ഷെ ഇതിന് ശേഷവും രണ്ടുപേരും ചോദിക്കുന്നത് ഞങ്ങളുടെ അച്ഛനും അമ്മയും അവരെവിടെ പോയിന്നാ. അപ്പൊ പമീല പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാര് അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ്, ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, രണ്ടും ഒന്ന് തന്നെയാന്ന് പറഞ്ഞപ്പോൾ പിള്ളേർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇവരിപ്പോ പറയാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് തീർച്ചയായും തിരിച്ചു വേണമെന്ന്. ഇത് കേട്ട സമയത്ത് പമീലക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നിങ്ങൾ രണ്ടുപേരെയും കുരുത്തക്കേട് കളിച്ചതിന്റെ പേരിൽ എത്രത്തോളം അയാൾ നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ അയാൾ നിങ്ങൾക്ക്? അത് നിനക്ക് അറിയണമെങ്കിൽ നല്ലൊരു അച്ഛന്റെ കീഴിൽ നീ വളരണം. ആ ഗുണം നിനക്കില്ലല്ലോ. ഇതേ സമയത്തിന് പമീല പറയാണ് എനിക്കൊരു അച്ഛനില്ലെങ്കിൽ എന്താ, അതിനേക്കാൾ നല്ല രീതിയിൽ നോക്കിയ ഒരാൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇത് കണ്ടപ്പോ തന്നെ സിപ്പ് പറയണ ഓ നീ എന്ത് പറഞ്ഞാലും വാലാട്ടിയായിട്ട് കൂടെ വരുന്ന ആ വയസ്സനായിരിക്കും. ഇത് കേട്ടപ്പോ പമീലക്ക് വല്ലാത്ത ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവൾ തലയിലുണ്ടായിരുന്ന എന്തോ ഒരു മാജിക് റിംഗ് ഉണ്ട്, അതിൽ പതിയെ അങ്ങനെ തലോടുമ്പോൾ അത് തിളങ്ങാൻ തുടങ്ങുക. ഇതിനുശേഷം ഈ പമീലയുടെ ചുറ്റുമായിട്ട് ഒരു മാന്ത്രിക വലയം അങ്ങനെ ഉണ്ടായി വരികയാണ്. അധികം വൈകിയില്ല ഈ പമീല പെട്ടെന്ന് തന്നെ പി ആയിട്ട് മാറുകയാണ്. അതായത് രണ്ടും ഒരാൾ തന്നെയാണ്. ഈ ഒരു കാര്യം നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ പിള്ളേരൊക്കെ ആകെ അത്ഭുതപ്പെട്ട് ഷോക്കായി പോവാണ്. ഇപ്പൊ ആ പ്രായമായിട്ടുള്ള ആളോട് രണ്ടുപേരെയും കൊണ്ടിട്ട് പൂട്ടിയിടാൻ പറയാണ്. രണ്ടുപേരെയല്ല 4 പേരെയും. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പദ്ധതി അറിയാൻ വേണ്ടി ഇവരുടെ കൂടെ വേഷം മാറി കൂടി തന്നെയായിരുന്നു പമീല. പിന്നെ മോർണിംഗിൽ പോയതും ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കിയതും എല്ലാം ആ ഒരു ഗൊറില്ല അവന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു, അവന്റെ ആ ഒരു സങ്കേതം കണ്ടുപിടിക്കാനായിട്ട്. എന്തായാലും പിള്ളേര് 4 പേരെയും ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുകയല്ലേ. എന്നാൽ എമയോട് സിപ്പ് ആദ്യത്തെ പോലെ സംസാരിക്കുന്നില്ല. എന്താ പറ്റിയെന്നൊക്കെ അവനോട് എമ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ പറ്റിയത്? അവന്റെ സ്വന്തം അമ്മ തന്നെയാ അത്. ഇവര് പൂട്ടിയിട്ട് ആ റൂമിന്റെ കുറച്ച് അപ്പുറത്തെ റൂമിൽ തന്നെയാണ് ആ ഒരു ഗൊറിലയും പൂട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പൊ അതിന് ഭക്ഷണം കൊടുക്കാനായിട്ട് പ്രായമായിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. ഇപ്പോ സിപ്പ് അയാളെ നോക്കിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു നാണമില്ലേ? അവള് പറയുന്നതും കേട്ട് അവളുടെ എല്ലാ തെമ്മാടിത്തരത്തിനും ഇങ്ങനെ കൂട്ടുനിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ആ പെണ്ണ്, അതായത് പമീല വല്ല വശ്യം ചെയ്ത് കൂടെ നിർത്തിയിരിക്കുകയാണോ? ഇപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഈ വൃദ്ധം പറയാണ് അല്ല എനിക്ക് ആരും വശ്യം ചെയ്തിട്ടൊന്നുമില്ല. ഇതിനെല്ലാത്തിനും കാരണം അവളുടെ യഥാർത്ഥ അച്ഛൻ തന്നെയാണ്. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവൾ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടി ഈ മനോഹരമായിട്ടുള്ള ദ്വീപിലായിരുന്നു താമസിച്ചത്. അവളുടെ അച്ഛൻ വലിയൊരു ക്യാപ്റ്റനായിരുന്നു. സ്വന്തമായിട്ട് ഒരു കപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ അമ്മയാണെങ്കിൽ ഒരുപാട് കഥകൾ വായിക്കും, നോവൽ വായിക്കും, ഇതെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ കഥയിലെ ആ ഒരു കഥാപാത്രങ്ങളോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇടയ്ക്കാണ് അവളുടെ അമ്മ മരണപ്പെട്ടു പോകുന്നത്. ഇതിനുശേഷം അവളുടെ അച്ഛൻ അവളെ കൂടുതലായിട്ട് സ്നേഹിക്കാനും കെയർ ചെയ്യാനും തുടങ്ങി. അവൾ എന്തൊക്കെ പറയുന്നു അതെല്ലാം സാധിപ്പിച്ചു കൊടുക്കും. അതുപോലെ കഥയിലേക്ക് നോവലുകളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെന്ന് അവൾ വിചാരിക്കുകയാണ് അവൾ സ്വയം ഒരു പീറ്റർ പാൻ എന്നുള്ള കഥയിലെ ഒരു കഥാപാത്രമാണ്. അതുപോലെ അവളുടെ അച്ഛനാണെങ്കിൽ ക്യാപ്റ്റൻ നിമോ എന്നൊരു ക്യാരക്ടറായിട്ട് അവൾ കരുതുന്നുണ്ട്. അതുപോലെ പീറ്റർ പാന് ഒരിക്കലും പ്രായമാവില്ല, അതുപോലെ അവൾക്കും അങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിക്കുകയാണ്. ഇതിനു വേണ്ടി അവളുടെ അച്ഛൻ ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് ഈ ഒരു മെഷീൻ കണ്ടുപിടിച്ചു. അങ്ങനെ ആ ഒരു മെഷീന്റെ ഉള്ളിൽ കയറി നേരെ ടൈം റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രായമുള്ള ആള് ഒരു ചെറിയ കുട്ടിയുടെ ആ ഒരു ഏജിലേക്ക് വരും. എന്നാൽ ആ ഒരു മെഷീന്റെ ഉള്ളിൽ കയറി തിരിച്ചിറങ്ങുമ്പോൾ ഏത് കോലത്തിലാണോ ഉള്ളിലേക്ക് കയറിയത് അതേ കോലത്തിൽ തന്നെയായിട്ട് തിരിച്ചു വരും. അതായത് ഇതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും അതിന്റെ ഒരു മിസ്റ്റേക്ക് മാറ്റാൻ കഴിയുന്നില്ല. എന്തായാലും ഇതിനുശേഷം പമീല അച്ഛനോട് ഭയങ്കര വഴക്കിലായിരുന്നു. കുറെ കാലം കഴിഞ്ഞു വീണ്ടും അവളുടെ അച്ഛൻ പരീക്ഷണവും കാര്യങ്ങളൊക്കെ നടത്തി. ഈ ദ്വീപിന്റെ ചുറ്റുമായിട്ട് ഒരുപാട് കോല് പോലൊരു സാധനം നിങ്ങളന്ന് കടലിൽ വെച്ച് കണ്ടായിരുന്നല്ലോ, അത് മുഴുവൻ ഒരു ഡിവൈസ് ആണ്. ആ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ദ്വീപിനെ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന ഇതേ മെഷീന്റെ തന്നെ വലിയൊരു രൂപത്തെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഉപയോഗിച്ചിട്ടാണ് എന്റെ മകളെ ഞാൻ ആ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് കയറ്റി പ്രായം കുറച്ചതും പിന്നെ അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവൾക്ക് പ്രായം കുറയാതെ അവൾ നോർമൽ ആയിട്ട് തന്നെ ആവാനും തുടങ്ങിയത്. സോ ദ്വീപിന് ചുറ്റുമായിട്ട് കവർ ചെയ്തിട്ടുള്ള ആ ഒരു വലിയ ലെയർ അല്ലെങ്കിൽ ആ ഒരു കുമിളയാണ് ശരിക്കും ഇവരെല്ലാവരെയും ഇതുപോലെ പ്രായം കുറഞ്ഞവരായിട്ട് നിലനിർത്തുന്നത്. ഇതെല്ലാം അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത അവളുടെ അച്ഛനാണ് എല്ലാത്തിനും കാരണക്കാരൻ. ആ ആള് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് ആ ക്യാപ്റ്റൻ. ഇത് കേട്ട സമയത്ത് പിള്ളേര് വീണ്ടും ഷോക്കാവുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും തിരിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ക്യാപ്റ്റൻ പറയാണ് ഒരിക്കലും അത് സാധ്യമല്ല. ഞാനൊരു സ്വിച്ച് അവൾക്കായിട്ട് ഉണ്ടാക്കി കൊടുത്തെന്ന് പറയുന്നില്ലേ, അത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുണ്ടെങ്കിലേ ഈ പരിപാടി നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് പറയണം. പെട്ടെന്നാണ് ക്യാപ്റ്റൻ ഒരു കാര്യം ആലോചിക്കുന്നത്. ഒരു വഴിയുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ദ്വീപിലെ ആ ഒരു വലിയ കുമിളയുണ്ടല്ലോ ഇത് വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് നിങ്ങളുടെ ദേഹത്ത് എന്ത് പരീക്ഷണമാണ് നടത്തിയത് ആ എഫക്റ്റ് ഒന്നും പുറത്തേക്ക് പോയി ഉണ്ടാവില്ല. നിങ്ങൾക്ക് പഴയതുപോലെ ആവാന്ന് പറയാണ്. അതായത് ഈ എമയും ബ്രയാനെയും പുറത്തേക്ക് കൊണ്ടുപോവാണെങ്കിൽ അവർ പഴയതുപോലെ തന്നെ സിപ്പിന്റെയും സാപ്പിന്റെയും അച്ഛനും അമ്മയായിട്ട് മാറും. മാത്രമല്ല ഈ ഒരു ദ്വീപിൽ നിന്നും പുറത്തേക്ക് കിടക്കാനായിട്ട് ഒരു വഴിയും ഈ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു മുങ്ങിക്കപ്പൽ താഴെ കിടക്കുന്നുണ്ട്. എന്നാൽ അതിലേക്ക് പോകാനായിട്ടുള്ള ഒരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിന്റെ
താക്കോലുള്ളത് ആരുടെ കയ്യിലാണ്? പമീലയുടെ കയ്യിലാണ്. പമീലയുടെ കയ്യിൽ എന്ന് വെച്ചാൽ ആ ഒരു ചാവി അവൾ 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൽ ഒരു കഷ്ണം ആ ഒരു സെർവന്റ്, അതുപോലെ തന്നെ ആ പ്രാന്തനായിട്ടുള്ള വേട്ടക്കാരൻ ഇയാളുടെ കയ്യിലാണുള്ളത്. അപ്പൊ എങ്ങനെയെങ്കിലും 2 പേരുടെ കയ്യിൽ നിന്നും ആ ഒരു താക്കോല് ഇനി ഇവർക്ക് അടിച്ചു മാറ്റണം. എന്തായാലും ഈ ഒരു പ്രായമായിട്ടുള്ള ആള്, അതായത് ക്യാപ്റ്റൻ, ഇവരെ ആ ഒരു ജയിലിൽ നിന്നും തുറന്നു വിടുകയാണ്. ഇവര് നേരെ മുകളിലേക്ക് വരുന്നുണ്ട്. മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ സെർവന്റ് ഉണ്ടല്ലോ, അതായത് ഒരു പ്രാന്തനെ ഇതുപോലെ സെർവന്റ് ആക്കി മാറ്റിയതാണ് പമീല. എന്തായാലും ഇവിടെയുള്ള ബാക്കിയുള്ള കുട്ടികൾക്കായിട്ട് ചായയും കാപ്പിയൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ചായ കുടിക്കുന്നുണ്ട്. എന്തായാലും ഈ സെർവന്റിന്റെ കയ്യിലുള്ള ചാവി എടുക്കാനായിട്ട് നമ്മുടെ സാപ്പും ബ്രയാനും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ സാപ്പിന്റെ കയ്യിൽ അവന്റെ ആ ഒരു കവണ ഉണ്ടല്ലോ, ആ കവണ വെച്ച് ഈ ഒരു സെർവന്റ് കുടിക്കുന്ന അവരുടെ ആ ഒരു കപ്പിലേക്ക് കല്ലടിക്കാൻ നോക്കുന്നുണ്ട്. ആദ്യം ഒന്ന് വിട്ടു കൊണ്ടില്ല, രണ്ടാമതൊന്ന് വിടുകയാണ്. അത് കറക്റ്റായിട്ട് തട്ടി ആ ഒരു ഗ്ലാസ് പൊട്ടിപ്പോവാണ്. ഇതെല്ലാം കണ്ട് പിള്ളേർക്ക് ആകെ ചിരി വരുന്നുണ്ട്. അതായത് അവിടെ ഇങ്ങനെ ചായയും അതുപോലെ തന്നെ സ്നാക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേര് ചിരിച്ച സമയത്ത് ഈ സെർവന്റിന്റെ മുഖം അങ്ങോട്ട് മാറുകയാണ്. ഇത് കണ്ടപ്പോൾ പിള്ളേരൊക്കെ ആകെ പേടിച്ചരണ്ട് പോയി. പിള്ളേര് പേടിച്ചു എന്ന് കണ്ടപ്പോൾ ഈ സെർവന്റ് നോർമൽ ആവുന്നുണ്ട്. ഞാനിപ്പോ വരാം, എന്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് പറഞ്ഞിട്ട് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അവർ ബാത്റൂമിൽ പോകുന്നതിന് മുന്നേ എന്തോ ഒരു കാര്യം അവിടെ വെക്കുന്നതായിട്ട് സാപ്പ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു മുറിയുടെ ബെഡിനടിയിൽ ഒളിച്ചിരുന്ന ബ്രയാനും കാണുകയാണ്. വേഗം തന്നെ ബ്രയാൻ ചെന്നിട്ട് ആ ഒരു ചാവിയുടെ ഒരു കഷ്ണം എടുക്കുകയാണ്. അതായത് ബാത്റൂമിൽ പോകുന്നതിന് മുന്നേ അവിടെ വെച്ചു എന്ന് പറയുന്നില്ലേ, അത് ആ ചാവിയുടെ ഒരു കഷ്ണം തന്നെയാണ്. ഇതേ സമയത്തിന് വേട്ടക്കാരനായ ഒരു തോട്ടക്കാരനുണ്ടല്ലോ, തോട്ടം അതങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഴല് പോലെയുള്ള എന്തോ ഒന്ന് ഇങ്ങനെ തള്ളി വരുന്നത് ഇയാൾ കാണുന്നത്. എന്താ ഇതെന്ന് വിചാരിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സൂചി വന്ന് ഇയാളുടെ മൂക്കിൽ തന്നെ ഒരൊറ്റ കേറലാണ്. പതിയെ ഇയാളുടെ ബോധം പോയി. ഇയാളുടെ ആയുധം തന്നെ വെച്ച് സിപ്പും എമയും കൂടെ ഇയാൾക്കിട്ട് പണി കൊടുത്തതാണ്. വേഗം തന്നെ ഇയാളുടെ ഗണ്ണിന്റെ പിടിയിൽ ചാവിയുടെ 2ാമത്തെ ഭാഗം ഉണ്ടായിരുന്നു. അത് സിപ്പും എമയും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് പിള്ളേര് മുഴുവൻ പമീല പൂട്ടിയിടാൻ പറഞ്ഞില്ലേ, ആ ജയിലിന്റെ അടുത്തേക്ക് പമീല വന്ന് നോക്കുമ്പോൾ അവിടെ പിള്ളേരില്ല. പകരം അവളുടെ അച്ഛനായിട്ടുള്ള ആ ഒരു ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ക്യാപ്റ്റനോട് പിള്ളേർ എവിടെയും ചോദിക്കുമ്പോൾ ഞാൻ അവരെ വിട്ടു, അതുപോലെ തന്നെ നീ ചെയ്യുന്നൊക്കെ മഹാപാപാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞപ്പോൾ പമീല അവളുടെ അച്ഛനുമായിട്ട് നേരെ ആ ഒരു ലാബിലേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല ആ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് അവളുടെ അച്ഛനെ കയറ്റിയിരുത്തുകയാണ്. ഇതിനുശേഷം പമീല അവളുടെ ആ ഒരു തലയിൽ ആ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് അവൾ PP ആയിട്ട് മാറുകയാണ്. PP ആയി മാറിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു പ്രാന്തത്തിയായിരിക്കും. ഇതിനുശേഷം PP ഉണ്ടല്ലോ, അവളുടെ അച്ഛനെ തന്നെ, ക്യാപ്റ്റനെ തന്നെ ഒരു തവളയാക്കി മാറ്റുക. എന്നിട്ട് ആ തവളയെ കയ്യിലെടുത്തുകൊണ്ട് പറയാണ്, അടങ്ങിയിരുന്നോ, ഇനി എങ്ങാനും ഞാൻ പറയുന്നത് കേൾക്കാതിരുന്ന ഉറുമ്പാക്കി മാറ്റുന്ന പറയണം. അതും ഒരുമാതിരി ഒരു പ്രാന്തിയെ പോലെ. ഇപ്പൊ പിള്ളേർക്ക് ചാവയുടെ 2 കഷ്ണവും കിട്ടിയല്ലോ. ഇവരത് യോജിപ്പിച്ച് നോക്കുമ്പോൾ ഈ കപ്പലിലൊക്കെ നങ്കൂരി ഇടുന്നിട്ട് സാധനമില്ലേ, അതുപോലെയായിരുന്നു. ഇതുമായിട്ട് ഇവര് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ ഒരു ഇൻവിസിബിൾ മാൻ വന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ഈ ചാവിയുമായിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ ആ ക്യാപ്റ്റൻ ഓൾറെഡി നമ്മുടെ ഗൊറില്ലയെ തുറന്നു വിട്ടായിരുന്നു. ഗൊറില്ല ആരാണ്? നമ്മുടെ ഷെർലക് ഹോംസ് ആണ്. എന്തായാലും ഗൊറില്ല വന്നിട്ട് ഇവനെ കൈയോടെ പിടിക്കുകയാണ്. പക്ഷെ കാണുന്നില്ല. എന്നാൽ കൈ കൊണ്ട് ഇങ്ങനെ തടവി നോക്കിയിട്ട് അവന്റെ തല എവിടെയാന്ന് നോക്കിയിട്ട് ഇത് അവിടെ തന്നെ 1 മിനിറ്റ് എന്നിട്ട് ഒരേറ്റ അടി അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ അടിയിൽ അവന്റെ വായിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പല്ലും തെറിച്ചു പോയിട്ട് പിള്ളേരുടെ കാൽച്ചുവട്ടിൽ വീഴാണ്. ആ താക്കോൽ ഇപ്പൊ പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്തിന് ആ ഒരു സെർവന്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഒരു പ്രാന്തിയെ പോലെ നിൽക്കുകയാണ്. എന്നാ പിന്നെ ഇനി നമുക്ക് മുട്ടി നോക്കിയാലെന്ന് പറയാണ്. പിള്ളേര് പറയാണ്, നമ്മളില്ല, പകരം വേറൊരാൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ ഈ ഗൊറിൽ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. സെർവന്റ് എന്താ ചെയ്തത്, അവരുടെ കയ്യിലുള്ള ആ ഒരു എന്താ പറയുക ഗിറ്റാർ, അത് വെച്ച് ഒരേറ്റ അടിയാണ്. ആ ഒരു അടിയിൽ ഗൊറില്ലയുടെ ബോധം തന്നെ പോവാണ്. അവൻ അവിടെ തല ഇറങ്ങി വീഴുന്നുണ്ട്. സെർവന്റിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായ പിള്ളേര് നേരെ ആ ഒരു ലിഫ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് ക്ലോസ് ചെയ്യാണ്. കയ്യിൽ കിട്ട ചാവി ഉപയോഗിച്ച് ഒരൊറ്റ തിരികലാണ്. ഒരൊറ്റ പോക്കാണ് ഈ ലിഫ്റ്റ് താഴേക്ക്, അതും ഒരുപാട് താഴേക്ക്. പിള്ളേരാകെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ലിഫ്റ്റിന്റെ ആ ഒരു കഷ്ണം ചെന്ന് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. കടലിലാണ് ചെന്ന് വീണതെന്ന് പിള്ളേർക്ക് മനസ്സിലായി. എല്ലാം കൂടെ ഒരുമിച്ച് നിലവിളിക്കാണ്, എല്ലാവരും കൂടെ മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഈ വീണ ആ ഒരു ഫോഴ്സിൽ എല്ലാവരും കൂടെ ഒരു മൂലയ്ക്ക് ചെന്ന് വീണ സമയത്താണ് ഇവരൊരു കാര്യം കാണുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് പയ്യെ ഒരു സ്റ്റെയറിംഗ് അങ്ങനെ പൊന്തി വരികയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ലിഫ്റ്റിന്റെ രൂപക്കാകെ മാറി വരികയാണ്. ഇത് തന്നെയാണ് ക്യാപ്റ്റൻ പറഞ്ഞ ആ ഒരു മുങ്ങിക്കപ്പല്. വലിയ വലുപ്പമൊന്നുമില്ല, അത്യാവശ്യം വലുപ്പുണ്ട്. എന്നിരുന്നാലും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം. പയ്യെ ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ കാര്യം ആരറിയാണ്? പമീല അറിയാണ്. അതുപോലെ പിള്ളേരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാറുകളെ കടലിനടിയിലായിട്ട് അവരങ്ങനെ കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ റഡാറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേര് രക്ഷപ്പെടുന്ന ആ ഒരു മുങ്ങിക്കപ്പല് അതിന്റെ ആ ഒരു പൊസിഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു ചുവന്ന ഡോട്ടും കാണിക്കുന്നുണ്ട്. തവള രൂപത്തിലായി കിടക്കുന്ന ഈ പമീലയുടെ അച്ഛനുണ്ടല്ലോ, ക്യാപ്റ്റൻ, ഇയാളും അത് കാണുകയാണ്. എന്തായാലും പിള്ളേര് ആ ഒരു മുങ്ങിക്കപ്പലുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുമ്പോൾ എന്തോ ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ കപ്പലിന് എന്തോ ഒരു ഇളക്കം പോലെ. വേഗം തന്നെ ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിപ്പ് പതിയൊന്ന് ടേൺ ചെയ്യുമ്പോൾ നീരാളിയെ പോലെ തോന്നിക്കുന്ന മറ്റൊരു മുങ്ങിക്കപ്പലുമായിട്ട് ആരൊരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കൈകളാണ് ഇവരുടെ ഈ ഒരു കപ്പലിനെ പിടിച്ചിരിക്കുന്നത്. ഇവർ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ആ ഒരു PP ആയിരുന്നു. പറഞ്ഞല്ലോ, പമീല PP ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി സൈക്കോയെ പോലെയാണ്. എന്തായാലും ആ ഒരു മിഷയും നീരാളി കൈ കൊണ്ട് ഇവരുടെ ആ ഒരു ചെറിയ മുങ്ങിക്കപ്പലിനെ PP നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാകെ പേടിച്ചു പോണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇപ്പൊ സിപ്പ് അവിടെ ഒരു സ്വിച്ച് കാണുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലായ അവൻ വേഗം തന്നെ അത് അമർത്തുന്ന സമയത്ത് ഒരു വലിയ ബുള്ളറ്റ് പോയിട്ട് ഈ PP-യുടെ മുങ്ങിക്കപ്പലിന് ഒരൊറ്റ അടി അടിക്കുകയാണ്. അവൾക്കാകെ ദേഷ്യം വന്നു. ഒന്നും നോക്കിയില്ല, ആ ഇരുമ്പ് കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പൽ മുഴുവനായിട്ട്
കെട്ടിയെടുക്കുകയാണ്. നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡാമേജ് ആയി ഉള്ളിലേക്ക് വെള്ളം വരുന്നുണ്ട്. താഴെ കിടന്ന് ചാവടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ചെറിയ കപ്പല് പി ഈ വെള്ളത്തിനടിയിലേക്ക്, അതായത് കടലിനടിയിലേക്ക് ഒരു ഒറ്റ ഏറ് കൊടുക്കുകയാണ്. കടലിനടിയിലേക്ക് വന്ന് വീണു ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും നിലവിളിക്കുകയാണ് കേട്ടോ, നമ്മൾ എന്തായാലും മരിക്കപ്പോ, ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്താണ് യാദൃശികമായിട്ട് സിപ്പിന്റെ കീശയിൽ കിടക്കുന്ന ആ ഒരു കോമ്പസ് ഉണ്ടല്ലോ, അത് എമ്മ കാണുന്നത്. എല്ലാവരോടും അടുത്തേക്ക് വരാൻ പറയുന്നുണ്ട്. ഇപ്പൊ എമ്മ ആ ഒരു കോമ്പസ് കയ്യിൽ പിടിക്കുന്നുണ്ട്. അതിലൊരു സ്വിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ആ ലാബിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്ത് ബ്രയാൻ ചോദിക്കാണ്, നമ്മളാരും ചത്തില്ലേ? പെട്ടെന്ന് തന്നെ സാപ്പ് അവന്റെ തലക്കൊന്ന് കൊടുത്തിട്ട്, ഇല്ലടാ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് അറിയാം. രക്ഷപ്പെട്ടോ? അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എമ്മ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കോമ്പസിന്റെ സ്വിച്ച് വീണ്ടും ഞെക്കുകയാണ്. ഇവര് വീണ്ടും അതുപോലെ തന്നെ ആ കപ്പലിന്റെ ഉള്ളിൽ വന്ന് പെടുന്നുണ്ട്. എന്താ പറയാ, സിപ്പും സാപ്പും പറയാനും വീണ്ടും കിടന്ന് നിലവിളിക്കാണ്. വേഗം തന്നെ അമ്മ അത് ഞെക്കിയ സമയത്ത് വീണ്ടും ആ ലാബിലേക്ക് തന്നെ ഇവര് തിരിച്ചു വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പി എത്താണ്. ഓഹോ, നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നുല്ലേ? അപ്പൊ നിങ്ങൾ എന്റെ കോമ്പസ് അടിച്ചു മാറ്റി. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ലൈബ്രറിയിൽ വെച്ച് അത് കാണാതായപ്പോ ആരെങ്കിലും ഒരാൾ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുന്നു. എന്നാൽ ഇവരൊന്നുമല്ല, നമ്മുടെ ഗൊറില്ലയാണ് അത് അടിച്ചു മാറ്റിയത് കേട്ടോ. ശരിക്കും നമ്മുടെ എമയ്ക്ക് ഇതിന്റെ ആ ഒരു പവർ എങ്ങനെയാ മനസ്സിലായെന്ന് വെച്ചാൽ, അവളും അതുപോലെ തന്നെ ആ ഒരു ഗൊറില്ലയും കൂടെ ലൈബ്രറിയുടെ പുറത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ആ ഒരു ഗൊറില്ലയെ കാണാതായല്ലോ. അതിന്റെ പിന്നിലെ ഗുട്ടൻസ് ഈ ഒരു കോമ്പസ് ആണെന്ന് അവൾക്കന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ അതേ ട്രിക്ക് തന്നെയാണ് എമ്മ ഇവിടെ വെച്ചെടുത്തത്. എന്തായാലും ഇതേ സമയത്ത് തന്നെ ആ സൈക്കോ ആയിട്ടുള്ള വേലക്കാരി സെർവന്റ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും സെർവന്റിനെ കൊണ്ട് നമ്മുടെ എമയും ബ്രയാനെയും വീണ്ടും ആ ഒരു കൂട്ടിലേക്ക് തന്നെ കയറ്റിയിരുത്തുകയാണ്. ഒരു പ്രാന്തിയെ പോലെ ചിരിച്ചുകൊണ്ട് ഇപ്പൊ പി പറയണ, ഇത്തവണ നോക്കിക്കോ, അവന്മാരെ ഞാൻ നിന്റെ അച്ഛനും അമ്മയും ഞാൻ ഒരു ഉറുമ്പാക്കി മാറ്റാൻ പോവാ, എന്നിട്ട് നോക്കിയോ അടിച്ചു കൊല്ലുന്നത്. ഇതേ സമയത്ത് തവള രൂപത്തിലേക്ക് മാറിയിട്ടുള്ള ഈ പിയുടെ അച്ഛൻ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിനുള്ളിലേക്ക്, ഒരു അക്വേറിയത്തിന്റെ ഉള്ളിലേക്ക് ചാടി ഇറങ്ങുകയാണ്. എന്നിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇത് സിപ്പും സാപ്പും കാണാണ്. നോക്കുമ്പോൾ എന്താ, ഈ അക്വേറിയത്തിന്റെ ഉള്ളിലായിട്ട് ഒരു ബബിള് പോലെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചു. അതാണ് ആ ഒരു സ്വിച്ച്. ആ സ്വിച്ചിനെ നശിപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു ദ്വീപിനെ മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ബബിൾ ഉണ്ടല്ലോ, അതിനെ നശിപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിയും. അതില്ലാതായി കഴിഞ്ഞാൽ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പി എന്തെല്ലാം ചെയ്തോ അതൊക്കെ പഴയതുപോലെയാവും. വേഗം തന്നെ അത് തകർക്കാനായിട്ട് സിപ്പ് അങ്ങോട്ടേക്ക് ഓടുന്ന സമയത്ത് സെർവന്റ് അവനെ പിടിച്ചു വെക്കുകയാണ്. അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഈ ഗ്യാപ്പിന് പയ്യെ കാല് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ പിള്ളേര്. അതിൽ ആ ഒരു ഫോഴ്സിൽ ഈ സെർവന്റ് ഓടും കൂടി ആയപ്പോൾ കാല് തന്നെ നേരെ പോയി വീഴുന്നത് ഈ അക്വേറിയത്തിന് മുകളിലാണ്. അതിലെ വെള്ളം മുഴുവൻ പോയ സമയത്ത് ആ ചെറിയ ബബിള് പോലെയുള്ള സ്വിച്ച് ഇവർ കാണുന്നുണ്ട്. ഇപ്പൊ സിപ്പ് സാപ്പിനോട് പറയുന്നുണ്ട്, ഒന്നും നോക്കണ്ടാ, കവണ വെച്ച് അടിച്ചോ എന്ന് പറയണം. ഈ പറഞ്ഞതുപോലെ തന്നെ സാപ്പും ഒരു ചെറിയ പീസ് വെച്ച് ആ ഒരു സ്വിച്ചിനിട്ട് ഒരേറ്റ അടിയാണ് കേട്ടോ. അതാകെ പൊട്ടി ചിതറുന്നുണ്ട്. അത് പൊട്ടിയതോട് കൂടിയിട്ട് കടലിന്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ കോലുകൾ ഇങ്ങനെ കുത്തിവെച്ചില്ലേ, ആ കോലുകളിൽ നിന്നാണ് ഇതുപോലെ ഈ ഒരു ദ്വീപിനെ മുഴുവനായിട്ട് കവർ ചെയ്ത് ഒരു ബബിൾ ഉണ്ടായിരിക്കുന്നത്. അത് ഒരു ഗ്ലാസ് പോലെ ഇത് മുഴുവനായിട്ട് ഇപ്പൊ പൊട്ടാൻ തുടങ്ങുകയാണ്. പയ്യെ പൊട്ടി ഇത് താഴേക്ക് വീഴാണ്. എന്നാൽ താഴേക്ക് വീഴുമ്പോൾ ഈ ഗ്ലാസ്സൊക്കെ ഒരു മഞ്ഞ് പോലെയായി മാറുന്നുണ്ട്. ആ മഞ്ഞ് ഇപ്പോൾ ഓൾറെഡി ഈ ഐലൻഡിൽ, ഈ ബംഗ്ലാവിൽ കിടക്കുന്ന പിള്ളേരുടെ ദേഹത്തേക്കാണ്. അധികം വൈകാതെ ഈ പിള്ളേരിൽ പകുതി ആൾക്കാരും നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരായിട്ട് മാറുകയാണ്. അതായത് ഇങ്ങോട്ടേക്ക് വന്ന കുട്ടികളിൽ പല ആൾക്കാരുടെയും പാരന്റ്സ് തന്നെയായിരുന്നത്. അവരെ കുട്ടികളാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് ആര്, പി. എന്തായാലും പി ഒരു വില്ലത്തി തന്നെ. പിന്നെ ഒരു ഇൻവിസിബിൾ മാൻ, അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. എന്നാൽ പാവം നമ്മുടെ ഇൻവിസിബിൾ മാന്റെ പല ഒരെണ്ണം പോലും വായിലില്ല. ഓൾറെഡി ഗൊറില്ല അത് അടിച്ച് തെറിപ്പിച്ചായിരുന്നല്ലോ. അല്ല, ഗൊറില്ല അത് ഷെർലക് ഹോംസ് അല്ലേ, അവന്റെ പാടെന്താ, അവനും ഗൊറില്ല രൂപത്തിൽ നിന്നും ഷെർലക് ഹോംസ് ആയി മാറിയിട്ടുണ്ട്. ഇപ്പോ പിന്നെ തവളയായി മാറിയിരുന്ന പിയുടെ അച്ഛനുണ്ടല്ലോ ക്യാപ്റ്റൻ, പഴയതുപോലെ തന്നെ ആവുകയാണ്. പി ആണെങ്കിൽ അവളുടെ യഥാർത്ഥ പ്രായത്തിലേക്ക് തന്നെ പോവാണ്. അവൾ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നഷ്ടമായി, എനിക്ക് ഇനി ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ അച്ഛനായിട്ട് തന്നെ അവളെ എഴുന്നേൽപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. മോളെ കരിയൊന്നും വേണ്ട, എന്തായാലും നിന്റെ ആ ഒരു മായാലോകത്തിൽ നിന്നും, കഥയുടെ മായാലോകത്തിൽ നിന്നും നീ പുറത്തേക്ക് വാ എന്നെല്ലാം പറഞ്ഞ ക്യാപ്റ്റൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സിപ്പും സാപ്പും കൂടെ ആ ഒരു മിഷീന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ നിലവിൽ എമയും ബ്രയാനും ഉള്ളത്. അതിന്റെ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇവർ പഴയ രൂപത്തിലേക്ക് ആവുള്ളൂ. സോ അങ്ങനെ സംഭവിക്കുന്നതിന് മുന്നേ സിപ്പും സാപ്പും ആ ഒരു മിഷീന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് എമയോടും ബ്രയാനോടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നമ്മൾ എന്തായാലും വിജയിച്ചു, നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് എമയും ബ്രയാനും നേരെ ഇവർ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറക്കിയ പാട് തന്നെ എമയും ബ്രയാനും വലുതാവുകയാണ്. അതായത് സിപ്പിന്റെയും സാപ്പിന്റെയും അച്ഛനായിട്ടും അമ്മയായിട്ടും മാറുകയാണ്. ഇത്രയും നേരം എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ചിട്ട് സിപ്പിന്റെ അമ്മയ്ക്കും അച്ഛനും യാതൊരു ഐഡിയ ഇല്ല. എന്നാൽ അച്ഛൻ നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള വസ്തുക്കളൊക്കെ ആകെ തകർന്നു കിടക്കുകയാണ്. ആകെ ദേഷ്യം പിടിച്ച്, സിപ്പേ സാപ്പേ രണ്ടുപേരും ഇല്ലടാ ഇത് ചെയ്തു വെച്ചത്, നിങ്ങൾക്കിപ്പോ ഞാൻ എന്ത് പണിഷ്മെന്റ് ഞാൻ തരിക? അയ്യോ, ഒന്നും തരാനായിട്ട് ബാക്കിയില്ലല്ലോ, ഈ ലോകത്തിലെ എല്ലാ പണിഷ്മെന്റും ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞല്ലോടാ. അച്ഛൻ ഒരു കുഴപ്പമില്ല, ഇനി ഒരു പണിഷ്മെന്റ് ഞങ്ങൾക്ക് തരണ്ട, ഞങ്ങൾ ഇനി ഒരു കുരുത്തക്കേടും കളിക്കില്ല എന്ന് പറയണം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു വലിയ കഥയൊന്നും ഇല്ലാതെ ഒരു രസത്തിൽ കാണാൻ പറ്റിയ ഒരു മുത്തശ്ശി കഥ പോലെയുള്ള ഒരു കഥയാണിതെന്ന്. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.